ആൽക്കഹോൾ ബേസ് ഞാൻ പറഞ്ഞു ആൽക്കഹോൾ ബേസ് ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചി ഇത് അതെ ഞാൻ ആൽക്കഹോൾ ബേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ സാധനം ചോദിച്ചു ആൽക്കഹോൾ ബേസ് പറഞ്ഞ കുറെ സാധനങ്ങൾ. ഹലോ ഗൈസ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ചക്കരയും. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോണ്. ഇൻഫാക്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞ ചാലഞ്ചിൽ പറഞ്ഞിട്ടായിരുന്നു, പക്ഷെ അത് ചെറുതായിട്ട് മിസ്സായി പോയി. അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാർക്ക് 5 സെൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അതില് നമ്മൾ ഈ ചാലഞ്ച് ഒക്കെ ആ 5 സെൻസസിനെ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന ചാലഞ്ചാണ്. അപ്പൊ ആ ചാലഞ്ച് സെൻസസ് എന്താന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ടച്ച്, സെൻസ് ഓഫ് സ്മെൽ, സെൻസ് ഓഫ് സൈറ്റ്, സെൻസ് ഓഫ് ടേസ്റ്റ്, പിന്നെ സെൻസ് ഓഫ് ഹിയറിംഗ്. ഇതാണ് 5 സെൻസസ്. അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ വിസ്പർ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യണം. അപ്പൊ അത് സെൻസ് ഓഫ് സൈറ്റിന്റെ ആ ചാലഞ്ച് കഴിഞ്ഞു. ഈ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ സെൻസ് ഓഫ് ടച്ചിന്റെ ആണ്. അപ്പോൾ ഞങ്ങള് ഇവിടെ സൈഡിൽ 2 ഐ പാച്ച് ഉണ്ട്. അപ്പൊ ഈ ഐ പാച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും കണ്ണ് മറയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഒബ്ജക്ട്സ് ഈ പ്ലേറ്റിൽ ഞങ്ങൾ ഒബ്ജക്ട്സ് വെക്കുന്നതാണ്. അപ്പൊ അത് ഗസ് ചെയ്യാൻ തന്നെ. അപ്പൊ അവളുടെ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എന്റെ സെറ്റ് ഇവിടെ നൈസായിട്ട് വെച്ചിട്ടുണ്ട്. 2 പേർക്കും അറിയില്ല എന്താണ് വെക്കാൻ പോണെന്ന്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് നീ പിടിച്ചിട്ടോ, ഞാൻ റെഡി ആവാം. ഓക്കെ, അപ്പൊ ടൈമറും വെക്കാൻ പോവാണ്. അപ്പൊ ഗെയിം വളരെ സിമ്പിൾ ആണ്. എന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ഇവളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഞങ്ങളത് ഇവിടെ വെക്കാൻ പോവാണ്. എന്നിട്ട് ഈ പ്ലേറ്റിൽ വെച്ചിട്ട് എനിക്കത് ടച്ച് ചെയ്തിട്ട്, അതായത് അത് തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കണം എന്താണ് സാധനം എന്ന്. ഓക്കെ, അപ്പൊ ഈ ഗെയിം നമ്മൾ തകർക്കാൻ പോവാണ് ഗൈസ്. കം ഓൺ, ടൈമർ വെച്ചോ. ഫസ്റ്റ് സാധനം ക്യാമറയിലേക്ക് ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കണ്ട. എന്തോ അടപ്പാണ്, തുറന്നുണ്ട്. എനിക്ക് ഏകദേശം സാധനം പിടി കിട്ടി. ഇല്ല, കാണാൻ പറ്റില്ല. എനിക്ക് സൗണ്ട് കേട്ടിട്ട് ഏകദേശം സാധനം മനസ്സിലായി. എവിടെ ഗൈസ്, ഇത് വേറെ ഒന്നുമല്ല, ഫ്ലാക്സ് സീഡ്സ് ആണ്. അല്ലേ? യെസ്, ഫ്ലാക്സ് സീഡ്സ്. വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് അതിന്റെ മുമ്പ് എന്റെ സാധനം പിടി കിട്ടി. ഫ്ലാക്സ് സീഡ്സ് വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, തിരിച്ചു വെച്ചോ. അപ്പൊ അങ്ങനെ എനിക്കൊരു പോയിന്റ്, അവൾക്ക് 0. പക്ഷെ പെനാൽറ്റി എന്തെങ്കിലും വെക്കണമായിരുന്നു. മിസ്സായി പോയി. സാരില്ല, അടുത്ത ചാലഞ്ച് നമ്മൾ പെനാൽറ്റി വെക്കുന്നതായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലായി. എന്താ കാരണം വെച്ചാല് ഞാൻ കിച്ചണിൽ പോയിട്ടായിരുന്നു. ഇതുപോലെ എനിക്ക് സാധനം എടുക്കാൻ വേണ്ടി നോക്കുമ്പോ അവിടെ ആ റാക്കില് ഒരു 4 കുപ്പി ഉണ്ടായിരുന്നു. അതിന് 2 കുപ്പി മിസ്സിംഗ് ആണ്. എനിക്ക് അപ്പളേ സംശയം തോന്നി ഈ സാധനം ഐറ്റം ആയിട്ട് ഉണ്ടാവുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് ഒന്നുമില്ല, ഭയങ്കര ഓബ്വിയസ് ആയിട്ടുള്ള സാധനം. ഞാൻ ശരിക്കും ഞാനത് എടുക്കാമെന്ന് ഉദ്ദേശിച്ചതാ. അപ്പൊ ഞാൻ 2 കുപ്പി ഫ്ലാക്സ് സീഡിൽ 1 കുപ്പി ഇവിടെ. അപ്പൊ വേണ്ട, ഇതാണ് സാധനം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ആ വെച്ചു, എടുത്തോ. ആണോ? ഉറപ്പാണോ? യെസ്, പൊട്ടാറ്റോ. വളരെ സിമ്പിൾ ആയിരുന്നു. സാറില്ല, അടുത്തത് നമുക്ക് പിടിക്കാം. ഓക്കെ, ഇനി എന്റെ ചാൻസ്. അതിന്റെ മുമ്പ് തന്നെ ഗസ് ചെയ്തല്ലോ. ഇനി എന്താ ടൈമർ? സോയ ചങ്ക്സ്. അതെ, 6 സെക്കൻഡില് എനിക്ക് കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് 2 പോയിന്റ്, അവൾക്ക് 1 പോയിന്റ്. ഓക്കെ, പോരട്ടെ. ഇല്ല 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 ഇല്ല, ഞാൻ ചെക്ക് ഒന്നും ചെയ്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പുറത്തു
ഒരു മിനിറ്റ്, ഞാൻ അത് കാണിച്ചു കൊടുത്തില്ല. ഇതാണ് സാധനം. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, റെഡി. ചെന്ന നമ്മൾ കഴിക്കാറുണ്ട് പീനട്സൊപ്പം. അതന്നെയാ തൊലി കളഞ്ഞു. ടൈം കഴിയാറായിട്ടാ. ചെനയല്ല. ഉറപ്പിച്ച് പറയാം. ചെനയാ. ചെന 26 സെക്കൻഡ് എടുത്തു. ഞാൻ പോസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. തൊലി കളഞ്ഞേ. തൊലി കളഞ്ഞ, അല്ലെങ്കിൽ തൊലി കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടായിരുന്നു. ടൈമർ വെച്ചോ. ആൽമണ്ട്, ബദാം അല്ലേ? വളരെ സിമ്പിൾ ഗൈസ്. ഞാൻ 3 പോയിന്റ് ആയി, ഇവൾ 2 പോയിന്റ്. സാറില്ല, ഞാൻ ലീഡിങ്. ഇതാണ് സാധനം. ഓക്കെ, ഈ സാധനം ഇത് സംശയമാണ്, ബട്ട് എന്നാലും നോക്കാം. ചിലപ്പോൾ ഒരു പക്ഷെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല, ബട്ട് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ടൈം ചെയ്യാൻ വെച്ചിട്ട്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബാറ്ററി. യെസ്, ബാറ്ററി. ഇതാണ് ഭാര്യമാരെ എല്ലാം സാറിന് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വിസ്പർ ചാലഞ്ചിൽ നമ്മള് പോയിന്റ്സ് തന്നെ കിട്ടാൻ എന്ത് കഷ്ടപ്പാടായിരുന്നു. ഇതാണ് ഈ സിമ്പിൾ ആയിട്ട് പോയിന്റ്സ് കിട്ടുന്നത്. കുറച്ചുകൂടി ടഫൊക്കെ ആയിരുന്നു. വീണ്ടും എന്തോ കുരുങ്ങുന്ന സാധനങ്ങളാണ്. ഇതൊരു നായികയുടെ കുരുവോ? ഇതാണോ? മറ്റേ കൊപ്പണാണോ? ആറ്റിറ്റ്യൂഡ് ആണോ? ഇതെന്താ സാധനം? ഇതെന്തൊരു കുരുവാണ്? എന്തൊരു കുരുവാണ് ഇത്? ഏലക്കായാണോ? ആണോ? അടിപൊളി. എനിക്ക് നല്ല സംശയം എന്തൊരു ഫസ്റ്റ് ഞാൻ തൊട്ടപ്പോ ഞാൻ ഇത് നാരങ്ങയുടെ കുരു ഉടങ്ങിയിരിക്കുകയാണ്. നോക്കുമ്പോ കണ്ടാ അതുപോലെ ഇരിക്കും. പക്ഷേ യെസ്, ഏലക്കായ കുറച്ച് വലുതായിരുന്നല്ലോ. ഞാൻ ലാസ്റ്റ് ജസ്റ്റ് കറക്കി നിർത്തിയതാ. യെസ്, 4 പോയിന്റ്സ്. എനിക്ക് 3 പോയിന്റ്, എനിക്ക് 4 പോയിന്റ്. ഇപ്പൊ ഞാൻ അവരുടെ ചേച്ചി ഏലക്കായ. അപ്പോ ഇതാണ് സാധനം. ആൻഡ് ഇത് കാണുമ്പോൾ വ്യത്യാസമുള്ള പോലെ ഉണ്ട്, പക്ഷെ ഇത് പേർപ്പസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരാള് 2 കൈ ഉപയോഗിക്കണം. എന്താ ചെയ്യണേ? എന്തോ Come on guys, ഇതൊരു ടൈ ബ്രേക്കർ ആവാനുള്ള സാധ്യത ഞാൻ കാണണു. തുറന്നു നോക്കി. ഓക്കെ, നല്ല ഇത്. സമയം കഴിഞ്ഞു. 38 സെക്കൻഡ് ആയി. ഇത് 40 സെക്കൻഡ് ആയി. ഓക്കെ, നല്ല രീതിയിൽ വൻ രീതിയിൽ പൊട്ടി കഴിഞ്ഞു. ഇത് ഷാർപ്പനർ ആണ്. എനിക്ക് അപ്ലൈ മനസ്സിലായി. കാരണം ടിപ്പിക്കൽ ഷാർപ്പനർ ആയ തൊട്ടാ മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ്. ഇങ്ങനെയാണ് ഷാർപ്പനർ. ഇത് അതിന്റെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പിന്നാണ്. എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഇരിക്കും. So 3, 4.
എണ്ണയോ? സ്മെല്ല് വരുന്നുണ്ട്. എന്തൊരു ഡിയോഡ്രന്റ്, എന്തൊരു സാധനമാണ് അതുപോലെ. ആഫ്റ്റർ ഷേവോ? എന്താ എണ്ണയല്ല, എന്തായാലും എന്തൊരു ആൽക്കഹോൾ ബേസ്ഡ് ലിക്വിഡ് ആണത്. പെർഫ്യൂമോ അല്ലെങ്കിൽ ആഫ്റ്റർ ഷേവോ? ആൽക്കഹോൾ ബേസ് ഞാൻ പറഞ്ഞു. ആൽക്കഹോൾ ബേസ് ഞാൻ പറഞ്ഞു. ഞാൻ ചേച്ചി ഇത് അതെ, ഞാൻ ആൽക്കഹോൾ ബേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഞാൻ സ്പെസിഫൈ ചെയ്ത് തരാൻ പറ്റും? ഇതിപ്പോ ഒരു ഫിക്സ് ചെയ്ത ബ്രാൻഡ് വെച്ച് പറഞ്ഞാല് ഇല്ല, ഇത് ശരിയല്ല. ഇത് കള്ളകളിയാണ്, ചീറ്റിംഗ് ആണ്. എന്നിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് പറഞ്ഞു ആഫ്റ്റർ ഷേവ് പോലെ വലുതൊരു സാധനമായിരിക്കും. ആഫ്റ്റർ ഷേവ് അല്ല, പക്ഷെ ആൽക്കഹോൾ ബേസ്ഡ് ആണോ? ആൽക്കഹോൾ ബേസ്ഡ് ആണ്. ഓക്കെ, അര പോയിന്റ്. ഞാൻ എനിക്കൊരു സാധനം ഗസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വേറെ സാധനം വെക്കാൻ പോകണം. ഇതാണ് സാധനം. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. Your time starts now. ഉറപ്പാണോ? അതെ. ഓക്കെ, അപ്പൊ 4 പോയിന്റ് 4.5 പോയിന്റും 4.5 ചീറ്റിംഗ് അല്ല, അവിടെ അല്ലേ ചീറ്റിംഗ് ചെയ്തത്. ഞാൻ ആൽക്കഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. അത്ര പ്രേക്ഷകർ തീരുമാനിക്കും. നിങ്ങൾ വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ട് ആരാ ചോദിച്ചത്. ആണോ? ഈ അടുത്താണ് ഈ ഡബ്ബ ഞാൻ മേടിച്ചത്. എനിക്ക് നന്നായിട്ട് ഇതിന്റെ ഷേപ്പ് ടെക്സ്ചർ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിരുന്നു. താങ്ക് യു. 5.5. അപ്പൊ ലാസ്റ്റ് ആണ് ഈ ചാലഞ്ചിന്റെ ഏറ്റവും ലാസ്റ്റ് സാധനമാണ് വെക്കാൻ പോണത്. സാധനം പിടികിട്ടില്ലോ? യെസ്. അയ്യോ, ഓടണേ. ടൈം സ്റ്റാർട്ട്സ് നൗ. And 30 സെക്കൻഡ് guys, ഞാൻ ജയിച്ചു. നല്ലൊരു അടിപൊളി പ്രാങ്ക് ആയിട്ടാണ് ഞാൻ ചെയ്തത്. എന്റെ പഴയ ഏതോ കാലത്തൊരു ഷെഡി അവിടെ താഴെ വീണ് കിടക്കില്ല. അങ്ങനെ 6.5 പോയിന്റ്സ് ആയിട്ട് ഞാൻ വളരെ വിദഗ്ധമായിട്ട് ഞാൻ എന്താ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമല്ല, ഏതോ കാലത്ത് യൂസ് ചെയ്ത ഇതോടെ അപ്പൊ അതൊക്കെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഈ പെർട്ടിക്കുലർ ഒരു ചാലഞ്ച് തീർന്നിരിക്കുകയാണ്. അപ്പൊ കുറച്ച് യൂട്യൂബേഴ്സിനെ ഞങ്ങൾക്ക് ഇതിൽ ടാഗ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പുതിയ വീഡിയോ അറിയിട്ട് അവര് ചാലഞ്ച് ഏറ്റെടുക്കുമെന്ന്. ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവര് ടാഗ് ചെയ്യുന്നതായിരിക്കും. അതെ, ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ജസ്റ്റ് നമ്മൾ നമ്മുടെ വ്ളോഗ്സ് അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.
അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഫേസ്ബുക്കിലും ഉണ്ട്. ഫേസ്ബുക്കിൽ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ചാനലിൽ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ അത്ര തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 5 സെൻസിൽ 2 ചാലഞ്ച് കഴിഞ്ഞു. ഒന്നായിരുന്നു നമ്മുടെ സെൻസ് ഓഫ് സൈറ്റ് ചാലഞ്ച്, ഇത് സെൻസ് ഓഫ് ടച്ച് ചാലഞ്ച്. ഇനി 3 ചാലഞ്ചുകൾ ബാക്കിയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നല്ല അതിശക്തമായിട്ട് ഞാൻ ജയിക്കാനായിട്ട് വേണ്ടി മാത്രമായിട്ട് തിരിച്ച് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ until then, do like, share and subscribe our channel. See you. ബൈ ബൈ. കുടു മുഖത്തൊക്കെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ until then, see you signing off. Bye bye. ആഹാ